ഇത് കുറച്ച് നേരം വൈകി ഇറങ്ങുന്നൊരു വ്ളോഗാണ്. ഞങ്ങളൊരു ഡിസംബർ സമയത്ത് എടുത്തൊരു വ്ളോഗാണത്. പക്ഷേ പബ്ലിഷ് ചെയ്യാൻ മറന്നുപോയി. ചെറിയൊരു വ്ളോഗാണെങ്കിലും നമ്മൾ ഫാമിലിയായിട്ട് നന്നായി ആസ്വദിച്ചൊരു യാത്രയായിരുന്നു. വലിയ പ്രതീക്ഷയോടെയൊന്നും വന്നൊരു സ്ഥലമായിരുന്നില്ല. ന്യൂബറി വാർഫ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടൊരു വില്ലേജാണ് ന്യൂബറി. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. കെനറ്റ് ആൻഡ് ഏവൻ കനാൽ എന്ന് പറയുന്നൊരു കനാലാണ്. നമ്മുടെ തെയിംസ് റിവറിനോടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ കനാലൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വീതിയൊക്കെ കുറഞ്ഞ് ചെറിയൊരു കനാലായി മാറി പിന്നീട് അത് വികസിച്ച് വലുതായി അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറേ ഡക്കുകളും സ്വാനുകളൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു സെക്ഷനാണ്. ഈ കനാലിൻ്റെ സൈഡിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ടീ ഷോപ്പുണ്ട്. നല്ല വെളുത്ത് പെയിൻ്റൊക്കെ അടിച്ച് ചില റോസ് കളറൊക്കെയുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ള നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു ടീ ഷോപ്പ് മനോഹരമായിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു യാത്ര ആസ്വദിച്ചത് സാമിയാണെന്ന് പറയാം. അവൻ ഈ ഡക്കും സ്വാനൊക്കെ കണ്ടു കഴിഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് പട്ടികളാണെങ്കിൽ ഇങ്ങനെ ബൗ ബൗ എന്നൊക്കെ പറഞ്ഞ് ശബ്ദമൊക്കെ ഉണ്ടാക്കി അവൻ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാം ഒരു ആവറേജ് എൻജോയ്മെൻ്റാണെന്ന് പറയാം. ഐക്കിക്കാണെങ്കിൽ ബോറടിച്ച് വീട്ടിൽ പോവാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ തല തല്ലിപ്പൊടിച്ച്. കനാലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയത് ഒരു മോളിൻ്റെ സൈഡിലാണ്. ചെറിയൊരു ടൗൺ ആണെന്ന് വിചാരിച്ചത്, പക്ഷെ നല്ല വലിയൊരു മോളായിരുന്നു. വലിയ ആൾക്കാരും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ശാന്തമായൊരു അന്തരീക്ഷം. ഞങ്ങൾ കുറച്ച് നേരം ആ മോളിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് ഒരു ക്രിസ്മസി ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ആ ടൗണിൻ്റെ പുറത്തേക്കുള്ളൊരു വഴി കൂടെ അങ്ങ് നടന്നിരിക്കുവാണ്. അപ്പോൾ എത്തിപ്പെട്ടത് ഒരു ചർച്ചിൻ്റെ സൈഡിലാണ്. നല്ല ഐക്കോണിക് ആയിട്ടുള്ളൊരു ചർച്ചാണെന്ന് തോന്നുന്നു. ഒരാൾ പോലും ആ ചർച്ചിൻ്റെ സൈഡിലില്ല. അപ്പോൾ എല്ലയ്ക്ക് അവിടെ ഒന്ന് റേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഐക്കിയുടെ ഒപ്പം ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ലെഫ്റ്റിലേക്ക് നടന്നു. കാണാത്ത ഏരിയ ആയതുകൊണ്ടൊന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ഐക്കിക്കാണെങ്കിൽ ഫുൾ ഫ്രസ്ട്രേഷനായിരുന്നു. വീട്ടിൽ പോകണം, ബോറടിക്കുന്നൊന്നും പറഞ്ഞുകൊണ്ട് അവനെയും കെട്ടിപ്പിടിച്ച് നടക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഈ മോൾസ് കാണാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മളിങ്ങനെ വില്ലേജൊക്കെ കാണാനൊക്കെ വന്നിട്ട് വീണ്ടും ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ സമയം കളയാമെന്ന് പറഞ്ഞാൽ അത് ബോറടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഓടിക്കളിച്ചിട്ട് വീണ്ടും നടന്നപ്പോഴാണ് ഒരു പാർക്കിലേക്ക് എത്തിയത്. വിക്ടോറിയ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കാണ്. നല്ല വലിയൊരു പാർക്ക്. നടുക്കിൽ വലിയൊരു പോണ്ടൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ അവരെ കളിപ്പിക്കാന്നല്ലാതെ ഒരു വഴിയില്ല. മൊബൈലിലൊരു അലേർട്ട് വന്നപ്പോഴാണ് ഒരു അരമണിക്കൂറിൽ മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. മഴയത്ത് ടൗൺ കാണാനുള്ള ഒരു ആവേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ 10-15 മിനിറ്റിൽ റാപ്പ് ചെയ്യുക, തിരിച്ച് വീട്ടിൽ പോവാം. ഞാൻ ജസ്റ്റ് ആ പാർക്കിൻ്റെ എല്ലാ ചുറ്റുപാടത്തിൽ കൂടെ നടന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതാണ് ഈ ന്യൂബറി യാത്ര. ചെറിയ വ്ളോഗാണെങ്കിലും വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്.